ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കലത്തപ്പം തയ്യാറാക്കാനായി 2 ഗ്ലാസ് പച്ചരി 3-4 മണിക്കൂർ നല്ലപോലെ കഴുകിയതിനു ശേഷം സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ആയതിനു ശേഷം അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിലേക്കായി 3-4 ഏലക്കായി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അല്പം ഉപ്പ്, 2 ടീസ്പൂൺ വേവിച്ച ചോറ്, 2 ടീസ്പൂൺ തേങ്ങ, 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം കലത്തപ്പത്തിലേക്കുള്ള മധുരത്തിനായി 3 ക്യൂബ് ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ മെൽറ്റാക്കി എടുക്കുക. ചൂടോടെയുള്ള ഈ ശർക്കരപ്പാനി മാവിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ച് എല്ലായിടത്തും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കലത്തപ്പം തയ്യാറാക്കാനായി ഇനി കുക്കറിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ നെയ്യും ചേർത്ത് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ചേർത്ത് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിൽ നിന്നും അല്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് കലത്തപ്പത്തിൻ്റെ മാവ് കുക്കറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം ഈ കലത്തപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇതിൻ്റെ മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കിയതിനു ശേഷം അടച്ചു വെച്ച് 8-9 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കാം. 8-9 മിനിറ്റിന് ശേഷം ഇതുപോലെ ആവി നല്ലതുപോലെ പുറത്തേക്ക് വരുന്ന സമയത്ത് കുക്കർ ഓഫാക്കി നല്ല ചൂടാറിയതിനു ശേഷം കലത്തപ്പം കുക്കറിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.